ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവാണേ. ഇതെന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാൻ. എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഫുള്ളും ഫംഗസ് രോഗമായി കണ്ടോ. നമുക്ക് ഈ ഫംഗസ് രോഗം വരുന്നത് തടയാനായിട്ട് സാഫ് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഫുള്ള് ഫംഗസായി. അതുകൊണ്ട് ഇത്തവണ പൂ കുറവാണ്. കഴിഞ്ഞ ശരിക്കും ഉണ്ടായിരുന്നു. കായ് കണ്ടോ. ഇതാണിതിൻ്റെ ആൺപൂ, കേസരപുട. ഈ കേസരപുടത്തിൽ നിന്നാണ് പൂമ്പൊടി നമ്മൾ ഈ ജനിതാപുടത്തിലോട്ട് ഇട്ടിടേണ്ട. ഇത് ജനിപുടം. പോളിനേഷൻ ചെയ്ത് കൊടുത്താൽ കായ് അങ്ങനെ പൊഴിയത്തില്ല, നല്ല കായ കിട്ടും. പക്ഷേ ഇതിന് ഞാനങ്ങനെ എപ്പോഴും പോളിനേഷൻ ചെയ്യത്തില്ല. ഇത് മലേഷ്യൻ റെഡ് വെറൈറ്റിയാണ്. ഇത് പോളിനേഷൻ ചെയ്യാതെ തന്നെ കായ ഉണ്ടാവും. മഴ സമയമാണെങ്കിൽ കായ പൊഴിഞ്ഞു പോകും കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് പൂമ്പൊടി എടുത്ത് നമ്മൾ ഈ കേസരപുടത്തിലോട്ട് ഇട്ട് കൊടുക്കുക. കേസരപുടത്തിലെ പൂമ്പൊടി നമ്മൾ ജനിപുടത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ കായ്ക്ക് വലിപ്പം ഉണ്ടാവും.